അവസാനത്തെ പത്താടോ ഈ സമയത്ത് റോഡിലൂടെ നോക്കിയാ റോഡ് മുഴുവനും സഹോദരിമാരാ, എല്ലാവരും കടകട കേറി ഇറങ്ങി നടക്കുകയാ. ചോദിച്ചാ പറയും പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനാ. പെങ്ങളെ, നീ ഒരു ഷോപ്പിൽ കയറി ചെന്നിട്ട് അതെടുക്കെന്ന് പറഞ്ഞ് കടയ്ക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന തുണികൾ മുഴുവനും നീ വലിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് അവസാനം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ആ കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ കടയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ നീ മറന്നു പോകരുത്. അവനൊരു നോമ്പുകാരിയാ മോളെ. ഈ വലിച്ചിട്ടിട്ട് പോയ വസ്ത്രം മുഴുവനും ആ ചെറുപ്പക്കാരൻ വേണം മടക്കി വെക്കാൻ. അല്ലാഹുവേ, എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നതെന്നറിയുവോ? ഇന്നൊക്കെ പർച്ചേസിന്റെ കാലമാടോ പെങ്ങളെ. മാസമാടോ, അവസാനത്തെ പത്താടോ. എന്തൊരു വെയിലാണെന്നറിയുവോ? ഈ സമയത്ത് റോഡിലൂടെ നോക്കിയാ റോഡ് മുഴുവനും സഹോദരിമാരാ, എല്ലാവരും കടകട കേറി ഇറങ്ങി നടക്കുകയാ. ചോദിച്ചാ പറയും പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനാ. എന്തിനാ പെങ്ങള് ഈ ഫർദ് ധരിക്കുന്ന നിനക്ക് എങ്ങനെയാ ഓരോ കടകടമ കേറി ഇറങ്ങാ നടക്കുന്നത്? അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ്, നിങ്ങൾ വയലു പറയുമ്പോ ഒരു കാര്യം പറയണം ഉസ്താദ്. ആ ചെറുപ്പക്കാരൻ ഒരു കടയിലെ സെയിൽസ്മാനാ. പടച്ചവനെ, ആ സഹോദരൻ പറയുകയാണ്, നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് കരുണയില്ല ഉസ്താദ്. പെങ്ങളെ, നീ ഒരു ഷോപ്പിൽ കയറി ചെന്നിട്ട് അതെടുക്കെന്ന് പറഞ്ഞ് കടയ്ക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന തുണികൾ മുഴുവനും നീ വലിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് അവസാനം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ആ കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ കടയില് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ നീ മറന്നു പോകരുത്. അവനൊരു നോമ്പുകാരിയാ മോളെ. ഈ വലിച്ചിട്ടിട്ട് പോയ വസ്ത്രം മുഴുവനും ആ ചെറുപ്പക്കാരൻ വേണം മടക്കി വെക്കാൻ. അല്ലാഹുവേ, എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നതെന്നറിയുവോ? ഇന്നൊക്കെ പർച്ചേസിന്റെ കാലമാടോ. ശരീരം മറക്കാതെ നടക്കുന്ന പെങ്ങള്, ഭർത്താക്കന്മാരെ കേൾക്കട്. ഇത് പെരുന്നാള് വരികയാണ്. മക്കള് പറയുന്ന വസ്ത്രം എടുത്തു കൊടുക്കുമ്പോ നല്ല ഇറങ്ങിയ മക്കളുടെ ബോഡി കാണുന്ന വസ്ത്രമല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത്? മക്കൾക്ക് കീറിയ പാന്റ് വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ, എന്റെ ഉപ്പയോട് ഞാൻ പറയട്ടെ, അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് പാഞ്ഞു കയറിയപ്പോ അല്ലാഹുവേ, ഭാര്യ പേടിച്ചടോ. നായില നിലവിളിക്കുകയാ. നായില വാളിൽ പിടിച്ചിട്ട് നിന്ന് കരയുകയാ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നായില, ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല. ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല. എനിക്ക് പേടി എന്തിനെന്നറിയോ? എനിക്ക് പേടി എന്തിനാണെന്നറിയോ? നായില ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ ചാടി എഴുന്നേറ്റപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. നായില ബീവിയുടെ തലയിലിട്ടിരുന്ന ഷാളൊന്ന് പുറകിലേക്ക് മാറി. നായില ബീവിയുടെ കുറച്ചു മുടി ഇങ്ങനെ പുറത്തു കിടക്കുകയാ. ഭർത്താവിനെ വെട്ടിക്കൊല്ലാ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറി വന്നപ്പോ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളൊന്നു മാറി, കുറച്ചു മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നായില, അവരെന്ത് വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ, അവരെന്ത് വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ. നീ നിന്റെ തലമറയ്ക്കുനായില്ല, നീ നിന്റെ ഔറത്തു മറയ്ക്കുനായില്ല. അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ ഔറത്ത് തുറന്നിടല്ലേ. അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് കണക്ക് പറയേണ്ടി വരും. തന്റെ ഭർത്താവിനെ കൊല്ലാമെന്നപ്പോ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റപ്പോ തന്റെ ഭാര്യയുടെ ഷാള് മാറിയിട്ട് 3-4 മുടിയൊന്ന് പുറത്ത് കണ്ടു. ഉസ്മാൻ
തങ്ങൾ പറയുന്നു, എനിക്ക് റബ്ബിനെ പേടിയാനായില്ല. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ ഔറത്ത് വെളിവാകുന്നു, തലമറയ്ക്കുനായില്ല. ഉസ്മാനിതങ്ങളും മരിക്കാൻ കിടക്കുമ്പോഴാ പറയുന്നത്, പെങ്ങളെ ഇന്ന് മുടി പുറത്തിട്ട് കൊണ്ട് നടക്കുന്നതൊരു ഫാഷനാണല്ലോ. ചിന്തിക്കു പെങ്ങളെ, എടാ ചെറുപ്പക്കാരാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ വെട്ടിത്തതാൻ താഴേക്കിടുകയാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടുന്ന് ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ വെട്ടിക്കൊല്ലുമ്പോ തങ്ങളുടെ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വീഴുമ്പോ ഉസ്മാൻ തങ്ങൾ ഖുർആനിലേക്ക് നോക്കുകയാണ്. ഏതായത്തിന്റെ മുകളിലാ എന്റെ രക്തം വീണത്? ഏതായത്തിന്റെ മുകളിലാ വീണതെന്നറിയുമോ? ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ രക്തം വീണത്. നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചിട്ടാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. ഏ ചെറുപ്പക്കാരാ, മോനെ, നിനക്ക് ഖുർആനിനോട് എന്ത് സ്നേഹമാ മോനെ, എന്തു ബന്ധമാ മോനെ, ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഇത്രയും ദിവസമായില്ലേ മോനെ, സർവ്വ ഇബ്ലീസുകളെയും പിടിച്ചു കെട്ടിക്കിട്ടിരിക്കുന്ന റമളാൻ മാസത്തിൽ നിന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് ഏതാടാ ചെറുപ്പക്കാരാ? എന്തേ മോനെ നിനക്ക് ഖുർആൻ തൊടാൻ പറ്റാത്തത്? എത്ര സൂറത്ത് പാരായണം ചെയ്ത ചെറുപ്പക്കാരാ? ഉമ്മമാരേ, സീരിയല് കാണുന്നില്ലേ പെങ്ങള്? സിനിമ കാണുന്നില്ലേ പെങ്ങള്? ആവശ്യമില്ലാത്തത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്കെന്തേ ഖുർആൻ എടുക്കാൻ കഴിയാത്തത്? ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തത്? ഖുർആനിനെ സ്നേഹിക്കാൻ കഴിയാത്തത്? നിന്നെ പോലെ എത്രയോ പെണ്ണുങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നു. അവര് ഖുർആനിനെ സ്നേഹിച്ചവരല്ലേ? നിനക്കറിയുമോ ആരാ മൈമൂനത്തുൽ മിസ്രി എന്ന്, നഫീസത്തുൽ മിസ്രി എന്ന്, റാബിയത്തുൽ അദബിയ ആരാണെന്ന് നിനക്കറിയുമോ? ഇവരൊക്കെ ദുനിയാവിൽ ജീവിച്ചിരുന്ന മഹദിമാരാണ്. ആരാ? മിസ്റിന്റെ രാജകുമാരിയായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ ആരായിരുന്നെന്നറിയുമോ ഉമ്മ? പഠിക്കണം പെങ്ങള്. നഫീസത്തുൽ മിസ്രി ആരാണെന്ന് പഠിക്കണം. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുമോ? നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്നെ കാണാ സുന്ദരിയായ നഫീസ ഒരു ദിവസം ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് ഖുർആൻ ഓതുന്നത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആയത്തങ്ങോതുകയാണ്. മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീഴുകയാണ്. വഅദ് കേൾക്കാമെന്നവര് മുഴുവനും എഴുന്നേറ്റ് പോയി. അവസാനം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടുന്ന് ബോധം വന്നപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ആയുധം എടുത്തുകൊണ്ട് വന്ന് നിസ്കരിക്കുന്ന സ്ഥലത്തന്നെ ഖബർ കുടിക്കുകയാ. നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബർ കണ്ടിട്ടുണ്ടോ പെങ്ങള്? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിക്കുകയാണ്. പകല് മുഴുവനും നോമ്പാണ്. രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. ആരും അറിയാതെ ഖബർ ഇങ്ങനെ കുടിക്കുകയാണ്. നഫീസത്തുൽ മിസ്രിയുടെ കണ്ണുനീരിങ്ങനെ വീണ ഖബറിലെ മണ്ണ് പോലും നനയുകയാണ്. പടച്ചവരെ, അങ്ങനെ ഖബർ കുടിച്ചു. ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ
ഓടിച്ചെന്ന് ഒതുപെടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിക്കുകയാ. 10,000 റക്അത്തോളം ഖബറിനകത്തിരുന്ന് നിസ്കരിച്ച മഹ്ദിയാ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാണ്. ആ ഖബറിനകത്തിറങ്ങിയിട്ട് 6000 ഖത്തമോദിയുമ്മ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആ ഖബറിനകത്തിരുന്ന് 6000 വരുന്ന ഖത്തം അവിടുന്ന് ഓതി തീർക്കുകയാണ്. അല്ലാഹുവേ നഫീസത്തുൽ മിസ്രിയ എല്ലാ ദിവസവും നോമ്പാണ്. പടച്ചവനെ രാത്രി ഉറക്കമില്ല. സുന്ദരിയായിരുന്ന നഫീസത്തുൽ മിസ്രിയ എല്ലും തോലുമാവുകയാണ്, കണ്ണു കുഴിയുകയാണ്. പടച്ചവനെ ഒരുപാട് രോഗങ്ങളായി. നഫീസയെ കാണുമ്പോ കുടുംബക്കാർക്ക് വല്ലാത്ത സങ്കടമായി. അങ്ങനെ കുടുംബക്കാർ ഉപദേശിക്കാൻ തീരുമാനിച്ചു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിട്ട് കുടുംബക്കാര് പറഞ്ഞു, നഫീസ എന്തൊരു കോലമാ നഫീസ, നീ കറുത്തല്ലോ നഫീസ, കണ്ണു കുഴിഞ്ഞല്ലോ നഫീസ, എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്, എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്, എല്ലാ ദിവസവും നീ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് നഫീസ, ഇങ്ങനെ ഉറക്കമൊഴിയല്ലേ, ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, മരിച്ചു പോകും നഫീസ. കുടുംബക്കാരവിടെന്ന് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ കുടുംബക്കാരുടെ മുമ്പിൽ നിന്ന് കരയുകയാണ്. പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. എനിക്ക് 2 ആഗ്രഹമേ ഉള്ളൂ. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് വേണം മരിക്കാൻ. എനിക്ക് നോമ്പുകാരിയായിട്ട് വേണം മരിക്കാൻ. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം പടച്ചവരെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബക്കാർ മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. അവസാനം നഫീസത്തുൽ മിസ്രിയുടെ മരണമെടുത്തടോ. കുടിച്ച് റെഡിയായി കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് ചെന്ന് കാത്തു കിടക്കുമ്പോ അതാ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ ചിരിക്കുന്ന മുഖത്തോടെ സലാം പറന്നുകൊണ്ട് കടന്നു വരികയാണ്. 30 കൊല്ലത്തെ അഭിലാഷമാണ് നോമ്പുകാരിയായി മരിക്കണം. മരിക്കുന്ന ദിവസം നഫീസയ്ക്ക് നോമ്പായിരുന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്താ? ഖുർആൻ ഓതി മരിക്കണം റബ്ബേ. ലഹും റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏതായത്താ ഓതിയതെന്നറിയുമോ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന ഖത്തമോദിയ മഹ്ദിയാണ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അവസാനമായിട്ട് പാരായണം ചെയ്ത ആയത്തേതാ? ലഹും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്താ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടം അവസാനമായി പാരായണം ചെയ്തത്, പടച്ചവരെ മുഖത്തേക്ക് തുണിയെടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ ലോകത്തോട് വിട പറയുമ്പോ, ഇതൊക്കെ നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്. ഈ ചരിത്രങ്ങളാണ് വായിച്ചു നോക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന റമളാൻ മാസമാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തോ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചോ. അല്ലാഹുവേ, ഖുർആനിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്.
തൊടല്ലേ. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഖുർആൻ ഓതാൻ. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ. ഞങ്ങളെ നീ ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ നാട്ടിലെ മദ്രസയ്ക്ക് വേണ്ടിയാണ്. പടച്ചവനെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. അഭിനയിക്കല്ലേ. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവന് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവന് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹു തരുന്ന ഒരവസരമാണ്. ഒരാൾ പോലും മടി കാണിക്കരുത്. കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല. റമളാൻ മാസമാണ്. പ്രതിഫലം വാരിക്കോരി തരുന്ന മാസമാണ്. റബ്ബേ, മനസ്സു നൽകണേ അല്ലാ, മനസ്സു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ദിവസം 240 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ 240 മണിക്കൂർ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്, ആ 240 മണിക്കൂറിലെ 1 മിനിറ്റെങ്കിലും നീയൊന്ന് മനസ്സു വിചാരിച്ചാൽ നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗത്തിൽ നീ ഒന്ന് സീറ്റ് ഉറപ്പിക്കണം. ആ സ്വർഗത്തിലേക്ക് നീ ഒരു അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 240 മണിക്കൂർ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. ആ 240 മണിക്കൂറിൽ 1 മിനിറ്റ് മതി നിനക്ക് നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിൽ പോകാൻ. ആ 240 മണിക്കൂറിൽ 24 മണിക്കൂർ നമ്മൾ നിന്ന് വിട പറയാൻ പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഇത്രയും നല്ല ഒരു ഓഫർ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ഓഫർ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെക്കാളും ഒരു നഷ്ടവാളി ഈ ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിലില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിലേക്ക് നബിതങ്ങൾ കയറിയപ്പോൾ അവിടെ നാമീം പറഞ്ഞതാണ്, ഒരാൾക്ക് റമളാൻ മാസം കിട്ടിയിട്ട് അവൻ്റെ പാപം പൊറുക്കുന്നില്ല, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയാകുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വലിയ നഷ്ടവാളിയാണെന്ന് ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അവസരം അത് പാഴാക്കി കളയാതെ എന്ത് നന്മ ചെയ്തിട്ടാണ് നമുക്ക് കരകയറാൻ കഴിയുന്നത്, ആ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തുകയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നരകത്തതാ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ സ്വർഗവും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആ സ്വർഗത്തിലെ പഴങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിലെ പദവികളും നബിതങ്ങൾ തൻ്റെ സ്വഹാബത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് നബിതങ്ങൾ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണം, സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർഗത്തിൻ്റെ അനുഗ്രഹം എന്താ. നബിതങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തന്നാലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന എളുപ്പവഴി എന്താ? നബിതങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നു.
റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് പ്രയാസമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ആ വസ്തു നീ എടുത്തു മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങൾക്ക് ഉപദ്രവമായി വഴിയിൽ കിടക്കുന്ന ഒരു വസ്തു എടുത്തു മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, നരകത്തിലേക്ക് പോകുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? ഈ വഅല് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ ചിന്തയുണ്ട്, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപം കള്ളുകുടിയായിരിക്കാം, വ്യഭിചാരമായിരിക്കാം, പലിശ തിന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നതായിരിക്കാം, അഹങ്കാരമായിരിക്കാം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കലായിരിക്കാം. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമായി നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു പാപമേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ടല്ലോ, 6600 പരം വരുന്ന ആയത്തുകളുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടങ്ങ് മറന്നു കളയലാണ്. അതൊരു സൂറത്താകട്ടെ, ഒരായത്താകട്ടെ, ആ ഖുർആൻ മുഴുവനുമാകട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ ഉയരമുള്ള സ്ഥലത്ത് നിന്നൊരു സാധനം താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിലാണോ താഴെ വന്ന് വീഴുന്നത്, അതുപോലെ മനുഷ്യൻ നരകത്തിലേക്ക് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ വഅല് കേൾക്കാൻ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കടോ. പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളെ കാണാതെ പഠിച്ചവരാണല്ലോ, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാണല്ലോ. 30ാമത്തെ ജുസുബിൽ പടച്ചവനെ എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണ്. പടച്ചവനെ യാസീനോദാൻ പഠിച്ചവർ, റഹ്മാനെ കാണാതെ പഠിച്ചവർ, വാക്കിയ പഠിച്ചവർ, സജദ പഠിച്ചവർ, എന്തിനാ ശിഫാഇന്റെ 7 ആയത്തുകൾ പഠിച്ചവർ, ആമന റസൂലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ അറിയാത്തവരാരുമില്ലല്ലോ. ഞാനും നിങ്ങളും ഒരുപാട് സൂറത്തുകൾ പഠിച്ചു, ഒരുപാട് ആയത്തുകൾ പഠിച്ചു. ഓർമ്മയുണ്ടോ വാപ്പാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ നീ കാണാതെ പഠിച്ചവനല്ലേ പെങ്ങളെ, ഒരുപാട് അധ്യായങ്ങൾ പഠിച്ചവളല്ലേ, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരല്ലേ. ധൈര്യമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നീ പഠിച്ചത് മുഴുവനും നിനക്ക് ഓർമ്മയുണ്ടെന്ന്? ഞാൻ പഠിച്ച സൂറത്തുകൾ മുഴുവനും എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരാണ്? പഠിച്ചവനെ നമുക്ക് നിസാരമാണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും നിസാരമായി പോയി, അതിന് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. ഇന്ന് കളിയാണ്, തമാശയാണ്. ആ ഖുർആൻ ഇന്ന് മരിച്ച വീട്ടിൽ പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 27ാം രാവിന്റെ അന്ന് എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് മാറുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാതെ വരുമ്പോ പേടിക്കണം ചെറുപ്പക്കാരാ. എന്റെ വാപ്പയോട് എന്റെ പെങ്ങളോട് പറയുന്നു, മോളെ അത് അല്ലാഹുവിന്റെ കലാമാ, നിനക്കൊക്കെ കളിക്കാനും തമാശ പറയാനും ഉള്ളതല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. നീയൊക്കെ വല്ലാതെ പേടിക്കണേ, നിങ്ങൾ ഓരോരുത്തരും വല്ലാതെ ഭയപ്പെടണമടോ. ആ ഖുർആനിനെ കുറിച്ച് നിനക്കറിയാനിട്ടാണ്, ആ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാനിട്ടാണ്, ആ ഖുർആനിനെ പേടിക്കണമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ലൗ أنزلنا هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله. ഈ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്,
അല്ലാഹു വിശുദ്ധമായ ഖുർആനിലെ ഇറക്കിയതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും അവിടുന്ന് ധൂളികളായി പോകുമായിരുന്നു. പടച്ചവനെ അത്രത്തോളം പേടിക്കണം ഖുർആനിന്. എന്നാൽ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളയലാവും. ഇത് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാര് ചിന്തിക്കുകയാണ്, അൽഹംദുലില്ലാഹ് ഞാൻ രക്ഷപ്പെട്ടല്ലോ, ഖുർആൻ പഠിച്ചവനല്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, പഠിക്കാത്തവനെ കുറിച്ചല്ല, പഠിച്ചവനെ കുറിച്ചല്ല, മറന്നവനെ കുറിച്ചല്ല, പാരായണം ചെയ്യാത്തവനെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും ഇരിക്കുന്ന ഓരോ മനുഷ്യനും കേട്ടവരാണല്ലോ. എനിക്ക് മുമ്പ് ഖിറാഅത്ത് നടത്തിയ ഉസ്താദ്, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. വിശുദ്ധമായ ഖുർആൻ വിടുന്ന പാരായണം ചെയ്യുന്നത് കേട്ടവരാണല്ലോ. എത്ര പേരാ പരിഗണിച്ചത്, എത്ര പേരാണ് പരിഗണിച്ചത്? ഓതിയത് അല്ലാഹുവിന്റെ കലാമായിരുന്നല്ലോ, പരിശുദ്ധമായ ഖുർആനായിരുന്നല്ലോ. നിങ്ങളിൽ എത്ര പേരാണ് ആ ഖുർആൻ കേട്ടത്? എത്ര പേരാണ് പരിഗണിച്ചത്? ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ള പാട്ടല്ലല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ. പ്രിയപ്പെട്ടവരോട് പറയുന്ന കളിയല്ല ചെറുപ്പക്കാരാ, നിങ്ങളുടെ കളികളൊന്നും അല്ലാഹുവിനോട് വേണ്ട. ആ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് നീ അതിനെ ബഹുമാനിക്കണേ, നീ അതിനെ ആദരിക്കണേ, നീ അതിനെ ജീവിതത്തിലേക്ക് പിൻപറ്റണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കള്ളുകുടിക്കുന്നവന്റെയും വ്യഭിചരിക്കുന്നവന്റെയും പലിശ തിന്നുന്നവന്റെയും ശിർക്ക് ചെയ്യുന്നവന്റെയും നിസ്കരിക്കാത്തവന്റെയും നോമ്പ് പിടിക്കാത്തവന്റെ ശിക്ഷയല്ല, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നിങ്ങളൊക്കെ ജീവിതത്തിൽ കേട്ടവരാ? നിങ്ങൾ എന്ത് വിചാരിച്ച് അതിങ്ങനെ കേട്ട് കളയാൻ ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതാണെന്ന്? അല്ല. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവന് അള്ളാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ കേട്ടാൽ അത് അള്ളാഹുവിന്റെ കലാമ. കേൾക്കണം നീ, അത് നിനക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങിയ മാസമാ. അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഈ മാസം. ഈ മാസത്തിൽ ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുർആൻ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു 60 ഖത്തം ഓതുമായിരുന്നു റമളാനിൽ. 60 ഖത്തം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒറ്റ രാത്രിയിൽ 2 റക്അത്ത് നിസ്കാരത്തിൽ ഖത്തം തീർക്കുമായിരുന്നു. 60 ഖത്തം ഇമാം ഷാഫി തങ്ങൾ തീർത്തു. 6 പേജെങ്കിലും ഓതിയോ കാക്ക നിങ്ങൾ? ഏതാത്ത നീ ഒരു 6 പേജെങ്കിലും ഓതിയോ? റമളാനിന്റെ 22ാമത്തെ നിയ്യത്ത് ചെയ്തിട്ടിരിക്കാൻ നീ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മൾ ചിന്തിക്ക്. വിടില്ല അല്ലാഹു ഒന്നിനെയും. അള്ളാഹു നിങ്ങളെ ഒരെണ്ണത്തിനെയും വെറുതെ വിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കല്ലേ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി അടുത്തത് പറയാൻ തുടങ്ങല്ലേ. അള്ളാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? നമ്മൾ പേടിക്കണം, നമ്മൾ വല്ലാതെ ഭയപ്പെടണം. നമ്മൾ കഞ്ചാവും കള്ളും പെണ്ണും മാത്രമൊന്നും അല്ലടോ. എല്ലാവരും ലഹരിയുടെ പുറകില്ല. എല്ലാവർക്കും ലഹരിയെ കുറിച്ച ചർച്ച. എന്നാൽ ലഹരിയെക്കാളും വലിയ വിപത്തുകൾ വേറെ പലതും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിന്ന് ലഹരിയാണ്. എല്ലാവരും എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പറയുന്നതോ കഞ്ചാവാന്ന്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അള്ളാഹു തരുന്ന 1ാമത്തെ ശിക്ഷ എന്താ? ഞാൻ വിശദീകരിക്കുന്നില്ല.
ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, ആ ഖുർആനിന് കൊടുക്കാത്ത പരിഗണന കൊടുക്കാത്തവൻ അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? എന്റെ ഉസ്താദെ, എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി. അവന് 15 വയസ്സ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു. എന്റെ ഉസ്താദ് ഇങ്ങനെ? എന്റെ മോൻ എന്തേ കഞ്ചാവ് അടിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അവൻ ഉമ്മാനെ തല്ലാൻ വരുന്നു ഉസ്താദെ. വാപ്പയുടെ നേരെ ചീത്ത വിളിക്കുന്നവന് 15 വയസ്സല്ലേ ആയുള്ളൂ. എന്റെ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയെ. എത്ര ഉപദേശിച്ചു ഞാനവനെ എത്ര ഉപദേശിച്ചു, എത്ര വഴുത് കൽപ്പിച്ചു കൊടുത്തു. ഉസ്താദന്മാരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവനെ കൗൺസിലിംഗ് എടുത്തു നോക്കി. എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും മക്കള് കാരണം കരയുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ ചിരിച്ചും കളിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് പേടിയാണ് തന്റെ മകനെ വല്ലാതെ പേടി. കാരണം ഇപ്പൊ ഉമ്മമാരുടെ ട്രെൻഡ് അതങ്ങനെ, എല്ലാരും ഇപ്പൊ ഉമ്മാനെയാ കൊല്ലുന്നത്. സൂക്ഷിച്ചോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം മക്കൾക്ക് ഉമ്മമാരോടാണ് സ്നേഹം കൂടുതൽ. പാപ്പമാരുണ്ട് കേട്ടാ, പാപ്പമാര് പിന്നെ നാട്ടിലില്ലാത്തതുകൊണ്ടാ. എനിക്ക് തോന്നുന്നത് വെഞ്ഞാറുമൂടുള്ള ആ വാപ്പ രക്ഷപ്പെട്ടത് ഗൾഫിലായതുകൊണ്ടാ. നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടത് അവിടെയാണ്. അദ്ദേഹം രക്ഷപ്പെട്ടത് പോയത് പ്രവാസിയായതുകൊണ്ടാ. മക്കളിപ്പോ മാതാപിതാക്കളെ എല്ലാ ദിവസവും പത്രം എടുത്തു നോക്കുമ്പോ ഇന്ന് കൊലപാതകം എന്ന് പറയുന്നത് ഒരു സാധാരണ വാർത്തയായി മാറി. എല്ലാം ഇങ്ങനെ വാപ്പ മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു, ഗ്യാസ് കുറ്റിക്ക് തല്ലിക്കൊല്ലുന്നു, എന്താ പറയാ, ഓരോ സാധനങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ മക്കളെങ്ങനെ തല്ലിക്കൊല്ലുക. കൂടപ്പുറപ്പും തല്ലി, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്നു. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.